ഫ്രണ്ട്സ്, എല്ലാവർക്കും മീറ്റൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ചോദ്യാവലിയിൽ 18 ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 19ാമത്തെ ലെവലാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ മൃഗങ്ങൾ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കടത്ത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വീഴുന്ന പാറകൾ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ താഴ്ച സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ ഹമ്പ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മുന്നിൽ തടസ്സമുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഗ്യാപ്പ് ഓൺ മീഡിയൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, റോഡിൽ തൊഴിലാളികൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 50-100 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ടി ഇൻ്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 50-100 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, അപകടകരമായ ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക. ഓപ്ഷൻ ബി, MV ആക്ട് സെക്ഷൻ 184 പ്രകാരം ശിക്ഷാർഹമായ കുറ്റം. ഓപ്ഷൻ സി, സ്റ്റോപ്പ് ലൈൻ ലംഘിക്കുന്നത്.
ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കവലയിലോ ജംഗ്ഷനു മുമ്പോ ശേഷമോ ഡാഷ് മീറ്ററിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ 50 മീറ്റർ, ഓപ്ഷൻ ബി 5 മീറ്റർ, ഓപ്ഷൻ സി 100 മീറ്റർ, ഓപ്ഷൻ ഡി 10 മീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 50 മീറ്റർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ എത്ര മിനിമം ദൂരം പാലിക്കണം? ഓപ്ഷൻ എ 25 മീറ്റർ, ഓപ്ഷൻ ബി 50 മീറ്റർ, ഓപ്ഷൻ സി 25 മീറ്റർ, ഓപ്ഷൻ ഡി 100 മീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 50 മീറ്റർ. 19ാമത്തെ ക്വസ്റ്റ്യൻ. 2017 മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസിൻ്റെ ലംഘനത്തിന് പിഴ ചുമത്താൻ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 177A, ഓപ്ഷൻ ബി സെക്ഷൻ 177, ഓപ്ഷൻ സി സെക്ഷൻ 184, ഓപ്ഷൻ ഡി സെക്ഷൻ 185. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 177A. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഹൈവേയിൽ തകരാറായ വാഹനത്തിന് പിന്നിൽ മുന്നറിയിപ്പ് ത്രികോണങ്ങൾ എത്ര അകലത്തിൽ സ്ഥാപിക്കണം? ഓപ്ഷൻ എ 75 മീറ്റർ, ഓപ്ഷൻ ബി 10 മീറ്റർ, ഓപ്ഷൻ സി 25 മീറ്റർ, ഓപ്ഷൻ ഡി 50 മീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 50 മീറ്റർ. 20 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലെവൽ 19 കംപ്ലീറ്റഡ് ആണ്. 20ാമത്തെ ലെവൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.